കോൺഗ്രസിന്റെ പ്രധാന തലവേദനയാണ് ശശി തരൂർ. നിരന്തരമുള്ള തരൂരിന്റെ പാർട്ടി വിരുദ്ധമായ പ്രസ്താവനകൾ കൊണ്ട് കോൺഗ്രസ് തന്റെ ഘടകകക്ഷികൾക്ക് മുന്നിൽ തലകുനിച്ചു നിൽക്കുകയാണ്. ഇപ്പോഴിതാ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ശശി തരൂരിനെതിരെ അതൃപ്തിയുമായിട്ട് ഘടകകക്ഷികൾ രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രതിസന്ധി ഘട്ടത്തിൽ ശശി തരൂരിനെ പിന്തുണച്ചിരുന്ന മുസ്ലിം ലീഗും RSPയും തരൂരിനെതിരെ പരസ്യമായി രംഗത്ത് വന്നതോടെ കോൺഗ്രസ് ആകെ പെട്ടുപോയി എന്ന് തന്നെ പറയാം. വികസന നേട്ടങ്ങളിൽ മോദിയെ പ്രശംസിച്ചത് മുതൽ അവസാനം തന്റെ ആർട്ടിക്കിളിൽ അടിയന്തരാവസ്ഥയെക്കുറിച്ച് എഴുതിയതുവരെ കോൺഗ്രസ് നേതാക്കൾക്ക് അത്ര ദഹിച്ചിട്ടില്ല. നിരന്തരമായി ദേശീയ നേതാക്കൾ തരൂരിനെ വിമർശിച്ചും രംഗത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ഇസ്രയേൽ അംബാസിഡർ സംഘടിപ്പിച്ച ഉച്ചഭക്ഷണ വിരുന്നിൽ തരൂർ പങ്കെടുത്തത് UDF ഘടകകക്ഷികൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് ഒട്ടും രുചിച്ചിട്ടില്ല. കോൺഗ്രസ് പാർട്ടിക്ക് ശശി തരൂരിന്റെ മേൽ യാതൊരു നിയന്ത്രണവും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. തരൂരിന്റെ ചില പ്രവർത്തികളിൽ മുസ്ലിം ലീഗിന് കടുത്ത വിയോജിപ്പുണ്ട്. കുറച്ചു കാലമായിട്ട് തരൂർ ഇത് തുടർന്നു വരികയാണ്. ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണ് എന്നാണ് മുസ്ലിം ലീഗ് പറഞ്ഞു വെക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ തരൂർ സജീവമാകുന്നത് തടയാൻ സംസ്ഥാനത്തെ ഏതാനും കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചപ്പോൾ ലീഗ് അദ്ദേഹത്തിന് മികച്ച പിന്തുണയായിരുന്നു നൽകിയത്. ജൂൺ 27-നായിരുന്നു ഇന്ത്യൻ പാർലമെന്റ് അംഗങ്ങൾക്കായിട്ട് ഇസ്രയേൽ പ്രതിനിധി വിരുന്ന് ഒരുക്കിയത്. ഇറാനുമായുള്ള യുദ്ധത്തിലും ഗാസയ്ക്കെതിരായ ആക്രമണത്തിലും ഇസ്രയേലിന് ഇന്ത്യൻ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പിന്തുണ അഭ്യർത്ഥിക്കുന്നതായിരുന്നു വിരുന്ന്. ശശി തരൂരിനെ കൂടാതെ BJP MP നേതാക്കളായ രവിശങ്കർ പ്രസാദ്, ബൈജന്ത് പാണ്ഡെ, കോൺഗ്രസിലെ പ്രീനിധി ഷിൻഡെ, ദീപേന്ദർ സിംഗ് ഹൂഡ എന്നിവരെയും വിരുന്നിലേക്ക് ക്ഷണിച്ചിരുന്നു. എന്നാൽ കോൺഗ്രസ് നേതാക്കളായ പ്രീനിധി ഷിൻഡെയും ദീപേന്ദർ സിംഗ് ഹൂഡയും വിരുന്നിൽ വിട്ടുനിന്നപ്പോൾ തരൂർ പങ്കെടുത്തതാണ് പ്രകോപനമുണ്ടാക്കിയത്. 2023 ലീഗ് നേതൃത്വം പാലസ്തീൻ അനുകൂല റാലിയിൽ ഹമാസിനെ ഒരു തീവ്രവാദ സംഘടനയായി തരൂർ പരാമർശിച്ചത് ലീഗിനെ അസ്വസ്ഥമാക്കിയിരുന്നതാണ്. തരൂരിനെ ഇനിയും പിന്തുണച്ചാൽ മുസ്ലിം സമൂഹത്തിൽ നിന്നും വലിയ എതിർപ്പ് ക്ഷണിച്ചു വരുത്തുമെന്ന വിലയിരുത്തലാണ് ലീഗ് നേതൃത്വമുള്ളത്. തരൂർ UDF താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്ന് RSPക്കും പരാതിയുണ്ട് താനും. കോൺഗ്രസ് ടിക്കറ്റിൽ തിരഞ്ഞെടുക്കപ്പെട്ട തരൂർ ബോധപൂർവം BJPയുടെ ശബ്ദത്തിലാണ് സംസാരിക്കുന്നത് എന്നാണ് RSPയുടെ വാദം. ഇത് അവസാനത്തെ അംഗമാണെന്നും ഇനി MP ആകാൻ താൻ ഇല്ല എന്നും തരൂർ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അറിയിച്ചതായിരുന്നു. അതിന് പിന്നാലെയാണ് നിരന്തരമായിട്ട് തരൂർ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഇങ്ങനെ എത്തുന്നത്. ഇനി 4 വർഷം കൂടി തരൂരിന് കാലാവധിയുണ്ട്. ഈ സാഹചര്യത്തിൽ കോൺഗ്രസിൽ തന്നെ കടിച്ചു തൂങ്ങി നിന്ന് തന്റെ വിലപ്പെട്ട 4 വർഷം കളഞ്ഞു കുളിക്കാമെന്നതല്ലാതെ മറ്റൊരു ഗുണവുമില്ല എന്ന് തരൂർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതാണ് തരൂരിന്റെ ഏറ്റവും വലിയ മാറ്റത്തിന് കാരണമെന്ന് അറിയില്ല. 2026 ഏപ്രിൽ മാസത്തിൽ മഹാരാഷ്ട്രയിൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റുകളിൽ ഒന്നിൽ തരൂർ നിന്ന് പാർലമെന്റിൽ എത്തിക്കാൻ BJP ലക്ഷ്യം വെക്കുന്നുണ്ടെന്ന കാര്യവും നമ്മൾ ഓർക്കണം. ഇതിനു മുൻപ് MP സ്ഥാനം രാജിവെക്കേണ്ടതുണ്ട്. മാത്രമല്ല തലസ്ഥാനത്ത് നിന്നും താൻ രാജിവെച്ച ഒഴിവിൽ BJP സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കേണ്ട ബാധ്യതയും തരൂരിന് മുന്നിലുണ്ട്. തലസ്ഥാനത്തെ പാർലമെന്റ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ BJPക്ക് വേണ്ടി സംസ്ഥാന BJP അധ്യക്ഷനായിട്ട് രാജീവ് ചന്ദ്രശേഖർ തന്നെ മത്സരിക്കും. രാജീവിനെ വിജയിപ്പിച്ച് ലോക്സഭയിൽ എത്തിച്ചാൽ പിന്നെ കാര്യങ്ങൾ തരൂരിന്റെ വരുതിക്ക് വരും. തരൂരിന്റെ ഈ കളിയാണ് കോൺഗ്രസ് മുളയിലെ നുള്ളാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്.